ഹായ് നമസ്കാരം. ഇന്ന് കേരളത്തിലും അതേപോലെ തമിഴ്നാട്ടിലൊക്കെ ഇലക്ഷൻ റിസൾട്ടായിരുന്നു. കേരളത്തിൽ വിജയിച്ച് ഭരണത്തിൽ പോകാൻ പോകുന്ന പാർട്ടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും, അതുപോലെ വിജയിച്ച അതത് മണ്ഡലങ്ങളിൽ വിജയിച്ച എല്ലാ പ്രതിനിധികൾക്കും എൻ്റെ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. പക്ഷേ വിഷയം തമിഴ്നാടാണ്. തമിഴ്നാട് അതൊരു വിഷയമാണത്. അണ്ണൻ വന്നു, കണ്ടു, കീഴടക്കി, കൊണ്ടുപോയി. എൻ്റെ ദൈവമേ, എന്ത് മനുഷ്യനത്! അതായത് ഒരു മനുഷ്യൻ, അതായത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ലീഡിങ് ആയിട്ട് ആ ഒരു ബ്രാൻഡ് നെയിമിൽ നിൽക്കുന്ന ഒരു സമയം, സൗത്ത് ഇന്ത്യൻ സിനിമയിലെ രാജാവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ ഫിലിം കരിയറിന് എൻഡ് കൊടുക്കാൻ പോകുന്നു, ഞാൻ സിനിമ അഭിനയം നിർത്താൻ പോകുന്നു, രാഷ്ട്രത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. വൻ വിവാദം, വൻ വിഷയമാവുന്നു. ഫാൻസൊക്കെ ഭയങ്കര എന്താ പറയുക, സന്തോഷിക്കണോ, സങ്കടം വരണോ, സങ്കടപ്പെടണോ എന്നുള്ള, കാരണം സങ്കടം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പടം നിർത്താൻ പോകുന്നു, പക്ഷെ സന്തോഷം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകണു എന്നുള്ളൊരു സംഭവം. പക്ഷെ അന്നും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിചാരിച്ചു, കാരണം സിനിമ വേറെ, പൊളിറ്റിക്സ് വേറെ. കാര്യം നമ്മൾ വിജയ് ഫാനൊക്കെ ആണെങ്കിലും സിനിമ വേറെ, പൊളിറ്റിക്സ് വേറെ. അത് പുള്ളി എനിക്ക് തോന്നുന്നില്ല പുള്ളി വിജയിക്കുമായിരിക്കും, പക്ഷെ പാർട്ടി അങ്ങനെ വിജയിക്കണമെന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഉറപ്പിച്ചു വെച്ചൊരു സംഭവമായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിക്ക് എന്താ പറയുക, പുള്ളിക്ക് ഫാമിലി ഇഷ്യൂസ് ഒരു ഭാഗത്ത്, പുള്ളിയുടെ പടം ലീക്കാവുന്നു, പുള്ളിക്ക് മറ്റേ ട്രോൾ വീഡിയോസ്, പുള്ളിയുടെ ഓരോ ആൾക്കാരെ എടുത്തിട്ട് ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി സൈക്കിൾ പോകുമ്പോൾ മറ്റേ പൂച്ചേട്ടൻ എറിഞ്ഞു എന്ന് പറഞ്ഞത് ബോംബാണെന്ന് വിചാരിച്ച് പുള്ളി പേടിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ട്രോൾ പെരുമഴയായിരുന്നു. പക്ഷേ പുള്ളി സിനിമയിൽ കാണുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ഓറ, ഒരു സംഭവം, പുള്ളി അതാണ് എക്സ്ട്രീം ഓറ എന്നൊക്കെ പറയുന്നില്ലേ, അതൊരു വേറെ ജനസിൽപ്പെട്ടൊരു സാധനമാണെന്ന് ഇപ്പം ഇന്ന് മനസ്സിലായി. എൻ്റെ ദൈവമേ, അങ്ങനൊരു കോൺഫിഡൻസ് ഇല്ല. ഒരു മനുഷ്യൻ തകർന്ന്, അതായത് ഏതൊക്കെ രീതിയിൽ അയാളെ തകർക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ 4 ഭാഗത്തുനിന്ന് തകർത്തോണ്ടിരിക്കുക. എന്നിട്ട് ആ മനുഷ്യൻ പുള്ളി തമിഴ്നാട് ചീഫ് മിനിസ്റ്ററാണ്, ഇനി ആവാൻ പോണു. ആ മനുഷ്യനെടുത്തൊരു ചലഞ്ച്, ആ മനുഷ്യനെടുത്തൊരു പുള്ളി സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി സിനിമ കരിയർ എൻഡ് ചെയ്തു. ആ റിസ്ക് നോക്കണം. കാര്യം പൈസയൊക്കെ ഒരുപാട് ഏൺ ചെയ്തിട്ടുണ്ടാവും, ഫെയിമൊക്കെ ഏൺ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ പോലും ആ സംഭവം പുള്ളി എൻഡ് ചെയ്തു, സ്വന്തമായിട്ടൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി. അപ്പം എല്ലാവരും വിചാരിച്ചു ഇങ്ങനെ പ്രാന്താണ്, ഇങ്ങനെ സിനിമയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ആ രീതിയൊക്കെ ചിന്തിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. പാർട്ടി ഉണ്ടാക്കി, പുള്ളി എന്താണ് പ്രചരണം നടത്തി, അത് അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ, അത് ഇത്, ആ പാർട്ടി ജയിച്ചു, പുള്ളി ജയിച്ചു. And only thing is Vijay. Only because the name is Vijay. Nothing more to say. ബാക്കി നോക്കാം നമുക്ക്. അണ്ണൻ വന്നല്ലോ, കാണാം.